നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസ് റിമാൻഡിൽ. ഈ മാസം 27 വരെയാണ് വഞ്ചിയൂർ കോടതി ബേലിനെ റിമാൻഡ് ചെയ്തത്. ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം വിധി പറയാനായി നാളത്തേക്ക് മാറ്റി. ഐവിൻ ജിജോ കൊലക്കേസിൽ കുറ്റം സമ്മതിച്ച് പ്രതികളായ CISF ഉദ്യോഗസ്ഥർ. വാഹനം തട്ടിയതിനു പിന്നാലെ ഐവിനെ മർദ്ദിച്ചെന്നും വീഡിയോ പകർത്തിയത് പ്രകോപിപ്പിച്ചെന്നും മൊഴി. മലപ്പുറം കാളികാവിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കഴുത്തിന് ആഴത്തിൽ കടിയേറ്റുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. സംസ്ഥാനത്ത് കോളറ മരണം. കോളറ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആലപ്പുഴ സ്വദേശി മരിച്ചു. തലവടി നീരേറ്റുപുറം പുത്തൻപറമ്പിൽ രഘു PG ആണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസ് റിമാൻഡിൽ. ഈ മാസം 27 വരെയാണ് വഞ്ചിയൂർ കോടതി ബേലിനെ റിമാൻഡ് ചെയ്തത്. ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം വിധി പറയാനായി നാളത്തേക്ക് മാറ്റി. ബേലിൻ ദാസിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റും. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസ് റിമാൻഡിൽ. ഈ മാസം 27 വരെയാണ് വഞ്ചിയൂർ കോടതി ബെയിലിനെ റിമാൻഡ് ചെയ്തത്. ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം വിധി പറയാനായി നാളത്തേക്ക് മാറ്റി. ബേലിൻ ദാസിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റും. പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു. തൊഴിലിടത്തിൽ ഒരു സ്ത്രീ മർദ്ദനത്തിനിരയായത് ഗൗരവമായ വിഷയമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ കരുതിക്കുട്ടി യുവതിയെ മർദ്ദിക്കാൻ പ്രതി ശ്രമിച്ചിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. മനഃപൂർവ്വം അഭിഭാഷകയെ മർദ്ദിച്ചിട്ടില്ലെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ലെന്നുമാണ് ബെയിലിൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ ബെയിലിൻ ദാസ് അതിക്രൂരമായി മർദ്ദിച്ചത്. പരിക്കേറ്റ അഭിഭാഷക പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബെയിലിനെ തുമ്പയിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബെയിലിൻ ദാസിനെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ബാർ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ബാർ കൗൺസിൽ യോഗം ചേർന്നായിരുന്നു നടപടി. M5 ന്യൂസ്, തിരുവനന്തപുരം. ഐവിൻ ജിജോ കൊലക്കേസിൽ കുറ്റം സംബന്ധിച്ച പ്രതികളായ CISF ഉദ്യോഗസ്ഥർ. വാഹനം തട്ടിയതിനു പിന്നാലെ ഐവിനെ മർദ്ദിച്ചെന്നും വീഡിയോ പകർത്തിയത് പ്രകോപിപ്പിച്ചെന്നും മൊഴി നൽകി. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒന്നാം പ്രതി വിനയ് കുമാർ ദാസിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോ എന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റം സംബന്ധിച്ച് പ്രതികളായ CISF ഉദ്യോഗസ്ഥർ. വാഹനം തട്ടിയതിനു പിന്നാലെ ഐവിനെ മർദ്ദിച്ചെന്നും വീഡിയോ പകർത്തിയത് പ്രകോപിപ്പിച്ചെന്നും മൊഴി നൽകി. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒന്നാം പ്രതി വിനയ് കുമാർ ദാസിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. CISF ഉദ്യോഗസ്ഥർ അശ്രദ്ധമായി കാർ ഓടിച്ചതാണ് തർക്കത്തിന് തുടക്കം കുറിച്ചത് എന്ന് രണ്ടാം പ്രതി മോഹൻ മൊഴി നൽകി. ഐവിൻ്റെ കാറിൽ തട്ടിയതോടെ വാക്കേറ്റമുണ്ടായി. പിന്നാലെ നേരിയ സംഘർഷമുണ്ടായി. എല്ലാം ഐവിൻ മൊബൈലിൽ പകർത്തി. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഐവിനെ കാർ ഇടിച്ചിട്ടത്. 1 കിലോമീറ്ററോളം ഐവിൻ ബോണറ്റിലുണ്ടായിരുന്നിട്ടും വാഹനം നിർത്താൻ പ്രതികൾക്ക് തോന്നിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് വാഹനം ഓടിച്ച വിനയ് കുമാറിന് പുറമെ അടുത്ത സീറ്റിലുണ്ടായിരുന്ന മോഹനെതിരെയും കൊലക്കുറ്റം ചുമത്തിയത്. അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തുറവൂർ പഞ്ചായത്ത്. പരമാവധി CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. പ്രതികളെ റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതികൾക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നെടുമ്പാശ്ശേരി CISF ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. M5 ന്യൂസ്, കൊച്ചി. വയനാട് 900 കണ്ടിയിൽ റിസോർട്ടിലെ ഷെഡ് തകർന്നു വീണ് വിനോദസഞ്ചാരി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. റിസോർട്ട് മാനേജർ സ്വച്ഛന്ത്, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെയാണ് മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. വയനാട് 900 കണ്ടിയിൽ റിസോർട്ടിലെ ഷെഡ് തകർന്നു വീണ് വിനോദസഞ്ചാരി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. റിസോർട്ട് മാനേജർ സ്വച്ഛന്ത, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെയാണ് മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. മേപ്പാടി 900 കണ്ടിയിലെ 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ച ഷെഡാണ് തകർന്നു വീണത്. അപകടത്തിൽ നിലമ്പൂർ അകമ്പാട സ്വദേശിയായ നിഷ്മ മരണപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ഷെഡായിരുന്നു തകർന്നു വീണത്. മഴ പെയ്ത് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. റിസോർട്ടിന് ലൈസൻസ് ഉണ്ടോയെന്ന് പരിശോധിക്കും. കഴിഞ്ഞ ദിവസമാണ് 16 അംഗ വിനോദസഞ്ചാരികൾ റിസോർട്ടിലെത്തിയത്. M5 ന്യൂസ്, വയനാട്. കോട്ടയം നിലമ്പൂർ ട്രെയിനിന് 2 അധിക കോച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ഉത്തരവായി. ഈ മാസം 22-ന് ഇത് പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി MP വണ്ടൂരിൽ വിളിച്ചു ചേർത്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇത്. ഇതോടെ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഭാഗികമായെങ്കിലും പരിഹരിക്കപ്പെടുന്നത്.
തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന മുതിർന്ന CPIM നേതാവ് G. സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്തു. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. പോലീസിന് നിയമോപദേശം കിട്ടിയതിന് പിന്നാലെയാണ് നടപടി. തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയുള്ളൂ. G. സുധാകരൻ താമസം വീട്ടിൽ നിന്നും ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റി. ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നുവെന്ന് PV അൻവർ. ആശാ സമരം തുടങ്ങിയതിനു ശേഷമാണ് PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയത്. പിണറായിയുടെ ബന്ധുക്കളും ആളുകളുമാണ് PSC അംഗങ്ങൾ. പിണറായിസത്തിന്റെ അടിവേര് തോണ്ടിയേ ഈ സമരം കടന്നു പോകൂവെന്നും PV അൻവർ പറഞ്ഞു. അതേസമയം UDF പ്രവേശനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. മലപ്പുറം കാളിക്കാവിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കഴുത്തിന് ആഴത്തിൽ കടിയേറ്റുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നതുമാണ് മരണകാരണം. മലപ്പുറം കാളിക്കാവിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കഴുത്തിന് ആഴത്തിൽ കടിയേറ്റുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പൃഷ്ഠഭാഗത്ത് നിന്ന് മാംസം കടിച്ചെടുത്തു. ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നതുമാണ് മരണകാരണം. ശരീരമാസകലം കടുവയുടെ പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതേസമയം കടുവയെ പിടികൂടാൻ തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. വനംവകുപ്പ് കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 50 ക്യാമറകളും 3 കൂടുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘം കാളിക്കാവ് പാറശ്ശേരിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കടുവയെ കണ്ടെത്താൻ ഡ്രോണുകൾ പറത്തും. അതേസമയം ഗഫൂറിന്റെ മൃതദേഹം കല്ലാമുല്ല ജുമാ മസ്ജിദിൽ കബറടക്കി. വനംവകുപ്പിനെതിരെയുള്ള വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് മൃതദേഹം എസ്റ്റേറ്റിൽ നിന്ന് പുറത്തെത്തിക്കാൻ നാട്ടുകാർ അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ അടക്കാക്കുണ്ട് പാറശ്ശേരി റബ്ബർ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയാണ് ഗഫൂറിനെ കടുവ ആക്രമിച്ചത്. M5 ന്യൂസ് മലപ്പുറം. കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ മേഖലയിലെ വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി കരുണാലയപ്പടിയിലുള്ള കാളികാവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തി. ഇവരെ എടവണ്ണ CI BS ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EK എഫ്ലാവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ എത്തിയത്. അപ്പോഴേക്കും CI BS ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രവേശന കവാടത്തിൽ നിലയുറച്ചിരുന്നു. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിന് കാരണമായി. അതേസമയം തങ്ങൾ പ്രതിഷേധത്തിന് വന്നതല്ലെന്നും അധികൃതരെ നേരിൽ കണ്ട ചില കാര്യങ്ങൾ പറയുന്നതിനാണ് എത്തിയതെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇതോടെ കാളിക്കാവിൽ നിന്ന് റേഞ്ച് ഓഫീസ് P. രാജീവ് വണ്ടൂരിലെത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തി. കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ രാജീവ് വിശദീകരിച്ചു. കൂടാതെ കാട്ടുപന്നിയെ വെടിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല പഞ്ചായത്തിന് ആണെന്നും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ള ഉത്തരവിൽ പകർപ്പ് പ്രതിഷേധക്കാർക്ക് നൽകുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാവരുത് എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ റേഞ്ച് ഓഫീസിൽ എത്തി. റേഞ്ച് ഓഫീസറെ കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് ശാശ്വതമായിട്ട് നാളെ തന്നെ ഇതിന് കുങ്കിയാനകളടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മയക്കുവെടി വെക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നാളെ തന്നെ ഇന്ന് കുങ്കിയാനകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഇന്ന് വയനാട്ടിൽ നിന്നെത്തും. നാളെ മുതൽ അത് കൂട് വെക്കുന്നത് ഉൾപ്പെടെ അത് കുങ്കിയാനകൾ ഉപയോഗിച്ചിട്ട് ഇതിന് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പന്നിശല്യം. ആ പന്നിശല്യത്തിന് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതിന് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിന് സംസ്കരിക്കാനുമുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും അതിനെ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഷൂട്ടർമാരെ നിയോഗിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പന്നികളെ വെടിവെച്ച് അതിനെ സംസ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സാമ്പത്തിക സഹായം വരെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ അതിന്റെ ഒരു കോപ്പിയും കൂടെ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. M5 ന്യൂസ് മലപ്പുറം. കാളിക്കാവ് അടയ്ക്കാക്കുണ്ടിൽ കടുവയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കാളിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് VS ജോയി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് പൊതുശ്മശാനത്തിനടുത്ത പോലീസ് കയറുകെട്ടി തടഞ്ഞു. മണിക്കൂറുകൾക്ക് മുൻപ് ആഹ്വാനം ചെയ്ത മാർച്ചിൽ 200-ലേറെ പേർ പങ്കെടുത്തു. മാർച്ച് DCC പ്രസിഡന്റ് VS ജോയി ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാകാത്ത സാഹചര്യമാണ്. ഞങ്ങൾ പറയുന്നു, പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് ചവിട്ടിയറക്കുന്ന പുല്ലിന്റെ വില പോലും നിങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യമാണ്. ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. പക്ഷേ ഈ പശ്ചിമഘട്ട മലനിരയൊന്നടങ്കം പ്രിയപ്പെട്ടവരെ ആളെ കൊല്ലുന്ന വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ടി വരും. ഞങ്ങൾ പറയുന്നു, പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. പക്ഷെ ജനങ്ങളുടെ
ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുകെട്ട് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഈ പശ്ചിമഘട്ട മലനിര മനുഷ്യ ശവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ കുന്നുകൂടിക്കഴിഞ്ഞാൽ, മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ചുടചോര കൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ ചുവന്ന് തുളുക്കാൻ കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ പശ്ചിമഘട്ട മലനാരകളെ കത്തിച്ചാമ്പലാക്കും. ചൂട്ടുകത്തി എടുത്തുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ ഒരു ചാരക്കൂമ്പാരമാക്കി മാറ്റുന്നതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ് ഈ നാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിവിധ സംഭവങ്ങളിലായി 10ഓളം പേർ ജീവഹാനിയും 100ലേറെ പേർ ഗുരുതര പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങളുടെ വിഷയത്തിൽ 1-ാം പ്രതി വനംവകുപ്പും സർക്കാരുമാണെന്നും യോഗം കുറ്റപ്പെടുത്തി. ജീവഹാനിയും പരിക്കും മറ്റു നഷ്ടങ്ങളും സംഭവിക്കുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരം, തൊഴിലും നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ്, AK മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. M5 ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്ത് കോളറ മരണം. കോളറ സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന ആലപ്പുഴ സ്വദേശി മരിച്ചു. തലവടി നീരേറ്റുപുറം പുത്തൻപറമ്പിൽ രഘു PG ആണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഹജ്ജ് യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും പോരായ്മകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹരിക്കാമെന്നും മന്ത്രി P രാജീവ് കൊച്ചി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും പോരായ്മകളുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹരിക്കാമെന്നും മന്ത്രി P രാജീവ് അറിയിച്ചു. കൊച്ചി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ തന്നെ ഹജ്ജ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത് ഇവിടെ പ്രത്യേകം യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് എല്ലാ 3 എംബാർക്കേഷൻ പോയിന്റുകളുമായി ബന്ധപ്പെട്ട ആലോചന യോഗം ചേർന്നു. നമ്മൾ ഇവിടെ തന്നെ പോകുന്നവരുടെ കൂടെ 40 ഉദ്യോഗസ്ഥരോട് നയിക്കുന്നത്. എനിക്കൊണ്ട് കേരളത്തിലാകെ 105 പേരെ നമ്മൾ നയിക്കുന്നുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരെ. ഡിഗ്രി കഴിഞ്ഞ് ഹജ്ജോ കർമ്മമോ ഉംറയോ നിർവഹിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് അയക്കുന്നത്. ഒരു വിമാനത്തിൽ ഒരാൾ എന്ന മട്ടിലാണ്. എന്നാൽ സ്ത്രീകൾ മാത്രം പോകുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി സ്ത്രീകളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അതിനും നിയോഗിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി നോക്കി ഒരു കുറവും ഇല്ലാതെ പോകാൻ. പിന്നെ 40 പേരുടെ സംഘം ഇവിടെ ഉണ്ട്, പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ. ഇവിടെ നിന്നുള്ള യാത്രയപ്പിൻ്റെ കാര്യം പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. ആ കാര്യം എങ്ങനെയാവോ, അവിടെ പോകുമ്പോൾ എങ്ങനെയാവും, ഇവിടെ ചെക്കിംഗ് ഉണ്ടോ, അവിടെ ചെന്നാൽ എന്താവും, അവിടെ പോയാൽ ആരെങ്കിലും കാണോ, ഇവരുണ്ടാവോ, ഒരു കാര്യം ചിന്തിക്കേണ്ട. അതെല്ലാം ഇങ്ങോട്ട് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സർക്കാർ. നിങ്ങൾ എന്തിനാണോ പോണത് അതിലങ്ങ് സമർപ്പിച്ചു. വിമാനത്തിൽ ഒരു ആളുണ്ടായിരിക്കും, ചെല്ലുമ്പോൾ ആളുണ്ടായിരിക്കും, അവിടെ ആവശ്യമായ സൗകര്യങ്ങളുണ്ടാവും. രജിസ്ട്രേഷൻ തുടങ്ങിയെന്ന് മുതൽ ഇനി തിരിച്ച് നിങ്ങളിവിടെ ഇറങ്ങുമ്പോൾ സ്വീകരിച്ച് വണ്ടി കയറ്റി വീട്ടിലേക്ക് വിടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇനിയുണ്ടായിരിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ 3ാമത്തെ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പാണ് കൊച്ചിയിലേത്. വ്യാഴാഴ്ചയാണ് വിമാന സർവീസ് ആരംഭിച്ചത്. കൊച്ചിയിൽ നിന്നുള്ള ആദ്യ വിമാനം തീർത്ഥാടകരുമായി പുറപ്പെട്ടു. ജിദ്ദ വഴി മക്കയിലെത്തുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ശേഷം മദീന സന്ദർശനത്തിനായി പുറപ്പെടും. മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും. 6000ഓളം തീർത്ഥാടകരാണ് കൊച്ചി വിമാനത്താവളം വഴി ഈ വർഷം പോകുന്നത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള 199 തീർത്ഥാടകരും ലക്ഷദ്വീപിൽ നിന്നുള്ള 111 പേരും കൊച്ചി വഴിയാണ് പോകുന്നത്. 21 ഹജ്ജ് വിമാന സർവീസുകളാണ് ആകെ ഉണ്ടാവുക. 30-നാണ് അവസാന വിമാനം കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത്. M5 ന്യൂസ്, കൊച്ചി. 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും 4 ലക്ഷം രൂപയും പിഴയും വിധിച്ച കോടതി. ചെർപ്പുളശ്ശേരി എഴുവന്തല സ്വദേശി മണികണ്ഠനാണ് കോടതി ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി പോക്സോ കോടതിയുടേതാണ് വിധി. 20 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 35 രേഖകൾ ഹാജരാക്കി. 2022-ലാണ് കേസിനാസ്പദമായ സംഭവം. 15-കാരിയെ വീട്ടിലെത്തി ലൈംഗിക അതിക്രമം നടത്തിയതെന്നാണ് കേസ്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. കേരളത്തിൽ മെയ് 18, 19 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പില്ലെങ്കിലും 3-ാം നാൾ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം.
കേരളത്തിൽ മെയ് 18-19 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ അറിയിപ്പ്. ഇത് പ്രകാരം ഈ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 18-ന് പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 19-ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. മെയ് 23 മുതൽ 29 വരെ സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസ കാലയളവിൽ ശരാശരിയായ 868.6 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് IMD പറയുന്നത്. 2025-ലെ മൺസൂൺ സീസണിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് IMD വിവരിച്ചു. ദീർഘകാല ശരാശരിയുടെ 104% കൂടുതൽ മഴ ലഭിച്ചേക്കും. 2024-ൽ മൺസൂൺ സീസണിൽ ദീർഘകാല ശരാശരിയുടെ 106% ലഭിച്ചു. കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കൂടുതൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും IMD സൂചന നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസ് റിമാൻഡിൽ. ഈ മാസം 27 വരെയാണ് വഞ്ചിയൂർ കോടതി ബേലിനെ റിമാൻഡ് ചെയ്തത്. ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം വിധി പറയാനായി നാളത്തേക്ക് മാറ്റി. ഐവിൻ ജിജോ കൊലക്കേസിൽ കുറ്റം സമ്മതിച്ച് പ്രതികളായ CISF ഉദ്യോഗസ്ഥർ. വാഹനം തട്ടിയതിനു പിന്നാലെ ഐവിനെ മർദ്ദിച്ചെന്നും വീഡിയോ പകർത്തിയത് പ്രകോപിപ്പിച്ചെന്നും മൊഴി. മലപ്പുറം കാളികാവിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കഴുത്തിന് ആഴത്തിൽ കടിയേറ്റുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. സംസ്ഥാനത്ത് കോളറ മരണം. കോളറ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആലപ്പുഴ സ്വദേശി മരിച്ചു. തലവടി നീരേറ്റുപുറം പുത്തൻപറമ്പിൽ രഘു PG ആണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിക്കുന്നു. നമസ്കാരം.